ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സെലഷ്യൽ ഹാർപ്പിൽ ദൈവവചനം പങ്കിടുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാർത്തോമാ സഭ ഇന്ന് സേവികാ സംഘ ദിനം ആചരിക്കുകയാണ്. സ്ത്രീകൾ ആരാധനയിലുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് പ്രകടമാക്കുന്നതിനും ഇത് സഹായകരമാണ്. സേവികാ സംഘത്തിന്റെ ദ്രുതഗതിയിലുള്ള ഇന്നത്തെ വളർച്ച അതിന് തെളിവാണ്. ഇന്ന് എല്ലാ ഇടവകളിലും മാർത്തോമാ സുവിശേഷ സേവികാ സംഘം രചിച്ച ഒരു ഗാനം സേവികാ സംഘ അംഗങ്ങൾ ഇന്ന് ആരാധന മധ്യേ ആലപിക്കുന്നു. ഈ തരുണത്തിൽ നെപ്പോളിയന്റെ വാക്കുകൾ പ്രസക്തമാണ്. ഗീവ് മീ ഗുഡ് മദേഴ്സ്, ഐ വിൽ ഗീവ് യു എ ഗുഡ് നേഷൻ. നല്ല മാതാക്കൾ രാഷ്ട്രത്തെ ഉയർച്ചയിലേക്ക് നയിക്കും. സ്ത്രീയായ നമ്മൾ കുടുംബങ്ങളിൽ സമാധാനമായ അന്തരീക്ഷത്തിൽ തലമുറയെ കരുപിടിപ്പിക്കണം. പ്രൈസ് ടുഗദർ, സ്റ്റേസ് ടുഗദർ. ഈ വർഷത്തെ സേവികാ സംഘ ദിനത്തിലെ ചിന്താവിഷയം സ്ത്രീകൾ സുവിശേഷത്തിന്റെ സാക്ഷികൾ. സ്ത്രീകൾ സുവിശേഷത്തിന്റെ സാക്ഷികൾ. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹേരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂശനെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യ ശുശ്രൂഷയിൽ തിളക്കമാർന്ന സ്ത്രീ സാന്നിധ്യങ്ങൾ വ്യക്തമാകുന്ന ഒരു ഭാഗമാണിത്. യേശുവിന്റെ ശുശ്രൂഷയിൽ സ്ത്രീകൾ ഒരു അവിഭാജ്യ ഘടകം ആയിരുന്നു. ഒരുപറ്റം സ്ത്രീകളുടെ പേരുകൾ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മഗ്ദലക്കാരത്തി മറിയ, ശൂശന്ന, യോഹന്ന. ഇതിൽ സ്ത്രീകൾ വഹിച്ച പങ്ക് അതാണ് ഇന്നത്തെ ധ്യാന ചിന്തകൾ. ഒന്നാമതായി, കാലത്തെ തിരുത്തിക്കുറിച്ച ക്രിസ്തുവിന്റെ ദൈവരാജ്യ ഇടപെടലുകൾ. കാലത്തിന്റെ മതസാംസ്കാരിക മാനദണ്ഡങ്ങൾ മാറ്റി എഴുതുന്ന യേശുവിന്റെ ശുശ്രൂഷ. മിനിസ്ട്രി ഓഫ് ജീസസ് ആസ് ബ്രേക്കിംഗ് റിലീജിയൻസ്. യേശുവിന്റെ കാലത്ത് മതപരവും സാമൂഹികവുമായ മാനദണ്ഡങ്ങൾ പ്രകാരം സ്ത്രീ സമൂഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിരുന്നു. സ്ത്രീകളുടെ സാന്നിധ്യം യഹൂദ സാംസ്കാരികം എല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടായിരുന്നു. അവിടെ പുരുഷന്മാർ മേധാവിത്വം ആയിരുന്നു അന്നത്തെ കാലത്ത്. എന്നാൽ ഈ സാംസ്കാരിക പതിവുകളെയാണ് യേശു തന്റെ യാത്രാ ശുശ്രൂഷയിൽ ലംഘിക്കുന്നത്. 12 ശിഷ്യന്മാരെ കൂടാതെ സുവിശേഷത്തിന്റെ സാക്ഷികളായി തീർന്ന ഒരുപറ്റം സ്ത്രീകൾ ഉണ്ടായിരുന്നു. യേശു തന്റെ ശുശ്രൂഷയിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തി. ദൈവരാജ്യ പ്രവർത്തനത്തിൽ ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നും ഈ സ്ത്രീകൾ അന്ന് നിലവിലിരുന്ന വേലിക്കെട്ടുകളും വേർതിരിവുകളും തകർത്ത് സ്ത്രീകളുടെ സാന്നിധ്യം യേശുവിന്റെ സ്വഭാവവും സാക്ഷ്യവും സന്ദേശവും ആണ് എന്ന് തെളിയിച്ചു. സുവിശേഷം എല്ലാവർക്കും ഉള്ളതാണ്. ഗോസ്പൽ ഫോർ ഓൾ എന്ന് അവർ ഉറപ്പാക്കി. ഇന്നും ജീവിക്കുന്ന സ്ത്രീകളാവുന്ന നമ്മൾ ഇങ്ങനെയുള്ള സാക്ഷികൾ ആയിരിക്കണം. രണ്ടാമതായി, സ്ത്രീ പരിവർത്തനത്തിന്റെ സാക്ഷികൾ. വുമൺ ആസ് വിറ്റ്നസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ദൈവരാജ ശുശ്രൂഷയിലെ പങ്കാളിത്തം സകലർക്കും ഉള്ളത്. സ്ത്രീകൾ സുവിശേഷത്തിന്റെ സാക്ഷികളാകുവാൻ കാരണം ആഴമായ ദൈവവിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടെയും തീക്ഷ്ണശക്തിയോടെയും അനേക സ്ത്രീകൾ തയ്യാറായി എന്നത് നമുക്ക് അഭിമാനിക്കാം. ഇവരിൽ ചിലർക്ക് മഗ്ദല മറിയം, സൂസന്ന, യോഹന്ന എന്നിവർക്ക് രോഗശാന്തിയുടെയും വിടുതലിന്റെയും വ്യക്തിപരമായ കഥകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം,
7 ഭൂതങ്ങളിൽ നിന്ന് സ്വതന്ത്രയായി ആഴമായ വ്യക്തിവിടുതൽ ലഭിച്ചത് സ്ത്രീയായിരുന്നു. അനുഭവങ്ങൾ അവരെ ശക്തരായ ക്രിസ്തുവിന്റെ സാക്ഷികളാക്കി. ഇവരുടെ ജീവിതം ജീവിക്കുന്ന സുവിശേഷമായി സാക്ഷ്യങ്ങളായി മാറി. പ്രിയമുള്ളവരെ, യേശു നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു? അവന്റെ വലിയ സ്നേഹത്തിന്റെ ഉൾച്ചേരലിന്റെ സുവിശേഷത്തിന്റെ സാക്ഷികളായി മാറുവാൻ നമുക്ക് മനസ്സുണ്ടോ? മൂന്നാമതായി, യേശുവിന്റെ സുവിശേഷ വേലയിലെ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം. ആക്റ്റീവ് റോൾ ഓഫ് വുമൻ ഇൻ ജീസസ് മിനിസ്ട്രി. അതായത് ചരിത്ര നിർമ്മിതിയിലെ സ്ത്രീയുടെ കൂട്ടുത്തരവാദിത്വം. നമ്മുടെ വിഭവങ്ങൾ ദൈവവേലയ്ക്കായി വിനിയോഗിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സമയത്തിലൂടെയും കഴിവുകളിലൂടെയും സാമ്പത്തികത്തിലൂടെയും ആകട്ടെ, സുവിശേഷ ദൗത്യത്തെ ഉദാരതയോടും പ്രതിബദ്ധതയോടും കൂടി നമുക്ക് പിന്തുണയ്ക്കാം. നടപ്പാക്കേണ്ടത് എന്തെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഗതി പ്രാവർത്തികമാക്കുവാനുള്ള അസാമാന്യ പാടവം സ്ത്രീകൾക്കുണ്ട്. നാം ജീവിക്കുന്ന സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. ശമരിയ സ്ത്രീ എന്താണ് ചെയ്തത്? മശിയായെ ദർശിച്ച അവൾ അവളുടെ ഗ്രാമത്തിലേക്ക് തിരിയുന്നു. ഒരു ഇടവകയിലെ സേവിക സംഘം ആ പഞ്ചായത്തിന്റെ ഒരു ആവശ്യമായി മാറണം. അവിടെ രോഗത്തിൽ ഏകാന്തതയും അവഗണനയും കഴിയുന്നവർക്ക് ഒരു സഹായമായിരിക്കണം. ദേശത്തുള്ളവരെ ആളത്തത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാനായിരിക്കണം. കാലത്തിന്റെ ഉൾത്തുടിപ്പുകൾ മനസ്സിലാക്കി ഓരോ സാഹചര്യത്തിന് അത്യാവശ്യമായിരിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കുവാനുള്ള കാഴ്ചപ്പാട് സ്ത്രീകൾക്ക് വേണം. നാലാമതായി, വിശ്വസ്തതയും പ്രതിബദ്ധതയും കാലത്തിന്റെ ചുവരെഴുത്തുകളെ മാറ്റി ഒന്നു ചേർന്ന് ക്രിസ്തുവിന്റെ ശിഷ്യർ. ട്രസ്റ്റഡ് ആൻഡ് കമ്മിറ്റഡ് വുമൻ ഡിസൈപ്പിൾസ്. ക്രിസ്തുവിന്റെ വിശ്വാസ സംരക്ഷണത്തിന്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം നിലവിലിരുന്ന സാഹചര്യത്തിൽ അപ്രകാരം പ്രവർത്തിക്കുക ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ ആഴമായ വിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടെയും യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിലും സമാപനത്തിലും തുടർന്നുള്ള സഭയുടെ വളർച്ചയിലും അനേകം സ്ത്രീകൾ പങ്കുചേർന്നു. ഈ തരുണത്തിൽ നമ്മുടെ പഴയ അമ്മമാരെ ഓർത്തു പോകുന്നു. നമ്മുടെയൊക്കെ അമ്മമാരും വല്യമ്മമാരും സേവ്യാ സംഘത്തിനു വേണ്ടി പ്രവർത്തിച്ചത് ഓർക്കുന്നു. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. യേശുവിന്റെ ദൗത്യത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് സാമ്പത്തികമായ ആവശ്യങ്ങൾക്കും പിന്തുണയ്ക്കുന്നതിലേക്കും അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചു. വസ്തുവകകൾ അന്നും സുവിശേഷ വ്യാപനത്തിനായി ചിലവഴിച്ചു. നിലവിലിരുന്ന ഘടനകളെ, കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് സുവിശേഷത്തിന്റെ വാഹകരായി. നമ്മുടെ ഈ വ്യാപനത്തിന് സാക്ഷികളാകുവാൻ, ഈ വിശ്വാസ തീഷ്ണതയും ആത്മബോധവും തരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കാലത്തിൻ ചുവരെഴുത്തുകൾ മാറ്റിയെഴുതുവാൻ നിയോഗിത കാലങ്ങളാ കർമ്മഭൂമിയിൽ സ്ത്രീകൾ സുവിശേഷ സാക്ഷികളാ. കാലത്തിൻ ചുവരെഴുത്തുകൾ മാറ്റി എഴുതുവാൻ നിയോഗിതരായ നാം കാലങ്ങളായി കർമ്മഭൂമിയിൽ സുവിശേഷ സാക്ഷികളായി തീരും. അതിനായി ദൈവം